അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് അഭ്യർത്ഥി എന്താ പറയുക, നമ്മൾ അഭ്യർത്ഥി എന്ന് പറയും, അതുപോലെ തന്നെ കപ്പലണ്ടി മിഠായി എന്ന് പറയും. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ നമ്മൾ ഏതിലാണോ പരത്തിയെടുക്കുന്നത് ആ പ്ലേറ്റും അതുപോലെ തന്നെ നമ്മൾ റോളിംഗ് പിന്നും, അതൊന്ന് പരത്താൻ വേണ്ടിയിട്ടുള്ള റോളിംഗ് പിന്നും നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കുക. എണ്ണ പുരട്ടുക അല്ലെങ്കിൽ നെയ്യ് പുരട്ടുക. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ 1/4 കപ്പ് വെല്ലമാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് കടലക്ക് 1/4 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഒന്ന് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. മെൽറ്റ് ചെയ്യുക വെച്ചാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളത്തിന് 3 ടേബിൾ സ്പൂണാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് ആ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം. പിന്നെ എന്നിട്ട് നമുക്കൊരു സ്റ്റിക്കിങ് കൺസിസ്റ്റൻസി ഉണ്ടാകണം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം വഴിയേ. അപ്പോൾ ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ട് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ആയൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളത്തിൽ ഈ ഒന്ന് ഡ്രോപ്പായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു സ്റ്റിക്കിങ് ആയിട്ട് തന്നെ ഉള്ളത്, ഒരു ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഇതായിട്ടില്ല. അപ്പോൾ ഒരു അല്പസമയം കൂടെ നമ്മളൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നോക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ അടി കട്ടിയുള്ള പാത്രം എടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇത് എന്താ പറയുക ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇപ്പം കറക്റ്റൊന്നും ആയിട്ടില്ല, കുറച്ചും കൂടെ ആവാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സമയം ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കണം. പിന്നെ എന്താ വെച്ചാൽ എടുത്ത പച്ചവെള്ളം തന്നെ എടുക്കാൻ പാടില്ല. നമ്മൾ ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോൾ മാറ്റി മാറ്റി നമ്മൾ വെള്ളം മാറ്റി എടുക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇപ്പം നല്ല കല്ല് പോലെ ഇരിക്കുന്നുണ്ട്. നമ്മൾ എവിടെയും കയറിഞ്ഞാൽ നല്ല കല്ല് പോലെ സൗണ്ട് കേൾക്കും. അപ്പോൾ ഇപ്പോൾ ഏകദേശമായി. ഇപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തോളാം, നമ്മൾ കപ്പലണ്ടി അതിലേക്ക് ഇട്ടോളാം, നന്നായിട്ട് മിക്സ് ചെയ്തോളാം. എന്നിട്ട് നമ്മൾ നേരെ പരത്തേണ്ട പാത്രത്തിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം പെട്ടെന്ന് ഷട്ടപ്പെട്ടെന്നായിരിക്കണം കാര്യങ്ങളൊക്കെ. അതിന് പെട്ടെന്ന് തന്നെ പാത്രത്തിലേക്കിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ എന്താ പറയുക കൈവച്ച് പരത്താൻ പറ്റില്ല, നല്ല ചൂടുണ്ടാവും. ആ ചൂടോട് തന്നെ പരത്തി നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണം. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ റോളിംഗ് പിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് രീതിയിലാണ് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുക ആ രീതിയിൽ നമ്മൾ പരത്തണം. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഗ്രീസ് ചെയ്തുകൊണ്ടാണ് ആ പ്ലേറ്റിൽ നിൽക്കാതെ ഇങ്ങനെ വിട്ട് വരുന്നത്. ഇപ്പോൾ തന്നെ കട്ടയായി വരുന്നുണ്ട്. പെട്ടെന്ന് പരിപാടികൾ നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൈവച്ച് ഇങ്ങനെ തട്ടി കൊടുക്കുക, എന്നാൽ ആ ഷേപ്പ് കറക്റ്റൊന്ന് കിട്ടും. അപ്പം ഞാൻ ഏകദേശം ഇപ്പോൾ ഷേപ്പായി വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ഷേപ്പാക്കി പരത്തി എല്ലാം ഇങ്ങനെ പരത്തുന്നത് എല്ലാം ഈവനായിട്ട്, അതായത് കടല മേലെ പൊങ്ങി നിൽക്കാതെ എല്ലാം കറക്റ്റ് സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കപ്പലണ്ടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പകുതി എന്താ പറയുക നമ്മൾ പകുതിയായിട്ടുള്ള കപ്പലണ്ടി ഇല്ലേ, ആ രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടായിട്ട് പിളർന്ന കപ്പലണ്ടി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരത്തലിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ചിലപ്പോൾ സൈഡിൽ നിന്ന് ചെറുതായിട്ട് പൊട്ടി വരും, കുഴപ്പമില്ല. എന്നാലും ഏകദേശം ഓൾമോസ്റ്റ് എനിക്കൊരു നല്ല പലക പോലെ കിട്ടിയിട്ടുണ്ട്. സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക അത് നന്നായിട്ട് കട്ട് ചെയ്യാവുന്ന മുന്നേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ എന്താ പറയുക വര വെച്ചിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പാകത്തിന് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം, അപ്പോൾ കമൻറ്റ് അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ടൊന്ന് വരുന്നത് വരെ ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.